മകൾ നമസ്കാരം. നമ്മൾ ഇനിയാണ് പി ജിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഡിഫറൻസിയേഷനെ മെട്രിക്കുമായി കണക്ട് ചെയ്യണമെന്ന് പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. പണ്ട് ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ഇവിടെ ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഐഡിയാസ് കൂടി ഇവിടെ നമ്മൾ ഫോളോ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ഫങ്ഷൻ ഇവിടെ ഈ സെക്ഷനിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൺസെപ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ എ എന്ന ഡൊമൈൻ എന്നതിന് പകരം ക്ലോസ് ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഗിവൺ ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് റിയൽ ലൈനിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഡൊമൈൻ ക്ലോസ് ഇൻ്റർവൽ എ ബി ആണ്. അതിനകത്തുള്ള ഒരു പോയിൻ്റ്, ഡൊമൈനിലുള്ള ഒരു പോയിൻ്റാണ് എക്സ്. ഈ എക്സ് എന്ന പോയിൻറ്റിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പോയിൻറ്റിലുള്ള ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു പുതിയ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഫൈ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ്. ഇത് ടാൻജൻ ലൈൻ്റെ സ്ലോപ്പ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കുക അതിനെ, ഫൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടി എന്ന വാല്യൂ എക്സിൻ്റെ റൈറ്റിലും വരാം, അതുപോലെ തന്നെ ലെഫ്റ്റിലും വരാം. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ലെഫ്റ്റിൽ വരുമ്പോൾ ആക്ച്വലി ഈ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ലെഫ്റ്റ് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനും അല്ലെങ്കിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ളതും, ഇത് ടി റൈറ്റിൽ വരികയാണെങ്കിൽ റൈറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്ന കൺസെപ്റ്റിനെ നമ്മളിവിടെ സിംഗിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഫൈ ഓഫ് ടി എന്ന് പറയുന്ന സ്ലോപ്പ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ്. ശരിക്കും ഇത് എക്സ് എഫ് ഓഫ് എക്സ് എന്ന ഓർഡേർഡ് പെയർ എന്ന പോയിൻറ്റിനെയും അതുപോലെ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ് ഫൈ ഓഫ് ടി. ഓക്കെ, ഈ ഫൈ ഓഫ് ടിയിൽ ടി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫൈ ഓഫ് ടിക്ക് എന്ത് സംഭവിക്കുന്നു? ആ വാല്യൂ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്, ഫിക്സഡ് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ റൈറ്റ് ഡെറിവേറ്റീവ് എന്നുള്ള കൺസെപ്റ്റും ലെഫ്റ്റും മറ്റേ ടൈമിൽ വരുന്നത്. ടിയുടെ വില സം എക്സ് പ്ലസ് എച്ച് ആണെങ്കിൽ റൈറ്റ് ഡെറിവേറ്റീവ് ആയിട്ടും ടിയുടെ വില എക്സ് മൈനസ് എച്ച് ആണെങ്കിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ഈ റൈറ്റിലുള്ള ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് ടി ടെൻഡ്സ് ടു എക്സ് ഫൈ ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുകയും ഫൈനൈറ്റ് ആവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ രണ്ടും ഈക്വൽ ആണെങ്കിലാണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു വളരെ രസകരമായ വസ്തുത, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് ഇല്ല, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കൂടി അർത്ഥമുണ്ട്. ഷാർപ്പ് എഡ്ജ് ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം ആ കണ്ടിന്യൂറ്റി ഉണ്ടാവണമെന്നുണ്ട്. അപ്പോൾ ഈ തിയറം 5.2 ഡിസ്കസ് ചെയ്യുന്നത് ഗിവൺ ഫംഗ്ഷൻ f1 ക്ലോസ് ഇൻ്റർവൽ a b into r ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സം പോയിൻറ്റ് x, ദെൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അത് ഡിഫറൻഷ്യബിൾ ഇംപ്ലൈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നെസസറി കണ്ടീഷനാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് എക്സിസ്റ്റ്. അതായത് നമ്മളത് മുകളിൽ പറഞ്ഞ ഫൈ ഓഫ് ടിയുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫൈ ഓഫ് ടി എടുത്തു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ് വിത്ത് ടി നോട്ട് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഫൈ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ് എന്തായി മാറും? ഫൈ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് ടിയുടെ വാല്യൂവിനെ ടി മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഇപ്പോൾ ടി നോട്ട് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് ശരിക്കും നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, നിങ്ങൾ മനസ്സിലാലോചിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ്. ലെറ്റ് ടി ടെൻസ് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. വി ഗെറ്റ് ലെഫ്റ്റിൽ കൊടുക്കുന്നത് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ്. റൈറ്റിലാവുമ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ് ആണ് ശരിക്കും. ആ ഫൈ ഓഫ് ടിയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രം. പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, റൈറ്റിലുള്ള രണ്ട് ടേമുകൾ, അതായത് ഫൈ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് എക്സ് എന്ന രണ്ട് ഫംഗ്ഷനും ലിമിറ്റിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലിമിറ്റിനെ പ്രൊഡക്റ്റിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ ഓഫ് ടി ഇൻറ്റു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ടി മൈനസ് എക്സ് എന്ന് എഴുതാം. ഫൈ ഓഫ് ടിയുടെ വാല്യൂ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് ആക്ച്വലി എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അതുപോലെ ടി മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. അതിൽ ടി ടെൻസ് ടു എക്സ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ 0 കിട്ടുന്നു. സോ നമുക്ക് റൈറ്റിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു 0, ദാറ്റ് മസ്റ്റ് ബി 0. ദെർഫോർ ലെഫ്റ്റിലുള്ള ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വില 0 ആവുന്നു. പക്ഷേ എഫ് ഓഫ് എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ദെർഫോർ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റിംഗ് വാല്യൂവും ഇമേജും സെയിം ആവുന്നു എഫ് എന്ന ഫംഗ്ഷനിൽ ടി എക്സ് എന്ന പോയിന്റിൽ. ദാറ്റ് മീൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്.
അതായത് എക്സ് എന്ന പോയിന്റിലുള്ള ലിമിറ്റും എക്സ് എന്ന പോയിന്റിലുള്ള ഇമേജും ഈക്വൽ ആവുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നു. സോ ദ കൺക്ലൂഷൻ ഓഫ് ദിസ് തിയറം ഈസ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സം പോയിന്റ് ദെൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറൻഷ്യബിലിറ്റിയുമായി ബന്ധപ്പെട്ട അൾജിബ്രയാണ്. രണ്ട് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ അറ്റ് സം പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ സമ്മ്, ഡിഫറൻസ്, മൾട്ടിപ്പിൾ ഇതെല്ലാം നമുക്ക് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കൂടാതെ അതിൻ്റെ കോഷ്യൻ്റ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, ജി ഓഫ് എക്സ് ഒരിക്കലും 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല, U/V മെത്തേഡ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവിടെ സമ്മും അതുപോലെ തന്നെ പ്രൊഡക്റ്റും ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് അതിൻ്റെ സം ചെക്ക് ചെയ്യാൻ നോക്കാം. സപ്പോസ് ദാറ്റ് ഗിവൺ ഫംഗ്ഷൻ എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് സം പോയിന്റ് എക്സ് in the domain closed interval AB. That means limit t tends to x f of t minus f of x divided by t minus x is equal to f dash of x exists, and limit t tends to x g of t minus g of x divided by t minus x is equal to g dash of x. That's our equation number 1. So we have to check the first property, that means f plus g whole dash equal to f dash plus g dash എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് t tends to x f plus g of t minus f plus g of x divided by t minus x. നമ്മൾ സമ്മിൻ്റെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് t tends to x നമുക്ക് എഫിനെ ഒരു സൈഡിലേക്കും ജിയുടെ ഒരു സൈഡിലേക്കും നമുക്ക് കുറച്ച് കാൽക്കുലേഷന് ശേഷം മാറ്റുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് പ്ലസ് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ആയി മാറുന്നു. ഇനി രണ്ട് ടേമിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യു ക്യാൻ സ്പ്ലിറ്റ് ദിസ് ലിമിറ്റ് ആസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ആയിരിക്കും. ദ ഫസ്റ്റ് വൺ ഷുഡ് ബി എഫ് ഡാഷ് ഓഫ് എക്സ് ആൻഡ് സെക്കൻഡ് വൺ ഷുഡ് ബി ജി ഡാഷ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് f plus g whole dash equal to f dash plus g dash at the point x. That means this function is differentiable at x എന്ന് പറയാം. അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതായത് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ജി ഈസ് ആൾസോ ഡിഫറൻഷ്യബിൾ ആൻഡ് എഫ് ജി ഹോൾ ഡാഷ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ജി ഓഫ് ടി മൈനസ് എഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എക്സ്. നമുക്ക് അതിനകത്ത് എഫ് ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് ടി ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യാം. അത് എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് ടി തന്നെ വേണമെന്നില്ല, പകരം വേണമെങ്കിൽ എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് കൊടുക്കാം. ഒന്ന് എക്സ് കൊടുക്കണം, ഒന്ന് ടി കൊടുക്കണം എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ആഡിങ് സബ്ട്രാക്ടിങ് സെയിം ടേംസ്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് into g of t plus f of x into g of t minus f of x into g of x. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമുകളിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് ജി ഓഫ് ടിയെ പുറത്തെടുക്കാം. അതുപോലെ രണ്ടാമത്തെ കേസിൽ നിന്നാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ പുറത്തെടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് പുറത്ത് വരുന്ന ടേമിനെ ഫസ്റ്റ് ടേമായിട്ട് എഴുതുന്നു, ജി ഓഫ് ടി വരുന്നതിനെ സെക്കൻഡ് ടേമായിട്ട് ഒന്ന് അങ്ങോട്ടും, കാരണം എ പ്ലസ് ബിയും ബി പ്ലസ് എയും ഈക്വൽ ആയതുകൊണ്ട് ആ ഒരു അറേഞ്ച്മെൻറ്റ് കൂടി നെക്സ്റ്റ് ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് പ്ലസ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് രണ്ടും സെയിം അല്ല, അത് അറേഞ്ച്മെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഓക്കെ, ജി ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു. ഇപ്പോൾ ആദ്യത്തെ ടേമിൽ എഫ് ഓഫ് എക്സ് ടി ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ജി ഓഫ് ടി ഇൻറ്റു, കാരണം അവിടെ നമുക്ക് ജി ഓഫ് ടി രണ്ടിലും കോമൺ ആയിട്ട് എടുക്കാനില്ലാത്തതുകൊണ്ട് രണ്ടിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അവിടെ ജി കണ്ടിന്യൂസ് ആണെന്ന് പ്രത്യേകം ഓർക്കുക, കാരണം ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് കണ്ടിന്യൂസ് കൂടിയാണ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ലിമിറ്റിനെ സെക്കൻഡ് ടേമിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു ആദ്യത്തെ ടേമിലുള്ള സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് എക്സും പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു ജി ഓഫ് ടി എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ്, കാരണം ജി കണ്ടിന്യൂസ് അറ്റ് എക്സ് ആയതാണ് റീസൺ. സോ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളവിടെ കണ്ടിന്യൂറ്റി കൂടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് മീൻസ് എഫ് ജി ഹോൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഷ്യൻ റൂളാണ്. അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്തു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ബൈ ജി ഓഫ് ടി മൈനസ് എഫ് ബൈ ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ്. അതിനെ എഫ് ഓഫ് ടി ഡിവൈഡ് ബൈ ജി ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ആയിരിക്കും. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്
എഫ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ തൊട്ട് മുകളിൽ ചെയ്ത അതേ പ്രൊസീജിയർ പോലെ ഇവിടെയും നമ്മൾ ഒരു ടേം ആഡ് ചെയ്യും സബ്ട്രാക്റ്റിങ് ചെയ്യുന്നു. തൊട്ട് പ്രൊഡക്റ്റിൽ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് ടിയും ആണ് ആഡ് ചെയ്യും സബ്ട്രാക്റ്റിങ് ചെയ്ത് ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നെ ചെയ്യുന്നു. ലിമിറ്റ് ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ടി മൈനസ് എക്സ്. അപ്പോൾ അതിനകത്ത് ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ടേമിനെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് ടെൻസ് ടു എക്സ് 1 ബൈ ജി ഓഫ് ടി ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് മൈനസ് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ രണ്ടാമത്തതിൽ നിന്ന് നമുക്ക് ജി ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് അല്ല അവിടെ നമുക്ക് എഫ് ഓഫ് എക്സിനെ പുറത്തെടുക്കാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ്. ഇനി ത്രൂ ഔട്ടായിട്ട് ഇതിലെല്ലാം ലിമിറ്റ് വർക്ക് ചെയ്യുന്നു. ജി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫസ്റ്റ് വണ്ണിൽ ജി ഓഫ് ടിയുടെ ലിമിറ്റ് ജി ഓഫ് എക്സ് ആയി മാറും. അപ്പോൾ ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി സ്ക്വയർ ഓഫ് എക്സ് ആവും. അതുപോലെ നെക്സ്റ്റ് ഉള്ളിലുള്ള ആദ്യത്തെ ടേമിൽ അത് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് second function into derivative of the first minus first function into derivative of the second whole divided by square of the second function. This is the quotient rule. That means this limit exists, therefore f by g is differentiable at the point c. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും, റാഷണൽ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ അഡീഷൻ റൂളും ഈ റൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കുക. ഓക്കെ, താങ്ക് യു.